ജീസസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലത്തിൻ്റെ അവസാന ആഴ്ചകളിലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുന്നു. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ നമ്മളോട് പറയുകയാണ്, 4-ാം അധ്യായം 7-ാം വചനം, ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. ആസക്തികളാൽ കലുഷിതമായിരുന്ന ഒരു പഴയ ജീവിതത്തിൽ നിന്ന് ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള തുടക്കമാണ് ഓരോ നോമ്പുകാലത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലും. ഈ നോമ്പുകാലത്തിലൂടെ നമ്മളെ തന്നെ നമ്മൾ ഒരുക്കുകയായിരുന്നു ഒരു പുതിയ മനുഷ്യനായി തീരുവാനായിട്ട്. അപ്പോൾ ഇതാ പരിശുദ്ധാത്മാവ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മളോട് പറയുകയാണ്, ഇനിമേൽ നീ ദാസനല്ല. ദാസൻ എന്ന് പറഞ്ഞാൽ അടിമയെന്നും അർത്ഥമുണ്ട്. ഇന്ന് നീ അടിമയല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നമ്മൾ ഓരോരുത്തരും വളരെ ഫ്രീ ആയിട്ടൊരു ജീവിതം നയിക്കുക എന്നുള്ളത്. പലപ്പോഴും പക്ഷേ നമുക്കത് സാധിക്കുന്നില്ല. എപ്പോഴും എന്തിനും ഏതിനും നമ്മൾ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യരാണ് നമ്മൾ. ഒന്നുമില്ലെങ്കിൽ പോലും, ആകുലപ്പെടാൻ ഒന്നുമില്ലെങ്കിൽ പോലും അതിനെക്കുറിച്ചായിരിക്കും അന്നത്തെ ദിവസം ചിന്ത. ദൈവമേ, ഇന്ന് എനിക്ക് ആകുലപ്പെടാനായിട്ട് ഒന്നുമില്ലല്ലോ, എന്തോ കുഴപ്പമുണ്ടല്ലോ ഇന്ന്. പക്ഷെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിക്കാത്തതാണ് ഈ ഉത്കണ്ഠയും പിരിമുറുക്കവും ആകുലതയെല്ലാം. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, എപ്പോഴും സന്തോഷവാനായിരിക്കുക. ഇതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി. എപ്പോഴും സന്തോഷവാനായിരിക്കുക. പലരെയും കണ്ടിട്ടില്ലേ, അവരുടെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളുണ്ട്, ഒരുപാട് പോരായ്മകളുണ്ട്. പക്ഷേ അവർ പലപ്പോഴും വളരെ ഹാപ്പിയാണ് അവരുടെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കണം. പിന്നെ എന്തിനാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത്രയേറെ വിഷമിക്കുന്നത്? എന്തുകൊണ്ട് നമുക്ക് സന്തോഷമായി ഇരുന്നുകൂടാ? നഷ്ടപ്പെട്ട ജീവിതം, നഷ്ടപ്പെട്ട ആ ഒരു സന്തോഷമായിട്ടുള്ള ജീവിതം വീണ്ടെടുക്കാനും നമ്മുടെ ജീവിതത്തിൽ ദൈവിക പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാൻ എന്തെങ്കിലുമൊക്കെ മാർഗമുണ്ടോ? ഉണ്ട് സഹോദരങ്ങൾ, ഒരു വഴിയുണ്ട്. നാം എല്ലാവരും മനുഷ്യരാണെന്ന് ആദ്യം അംഗീകരിക്കുക. മനുഷ്യന് പരിമിതികളുണ്ട്. ദൈവത്തിന് ആദ്യം മുതലേ അതറിയായിരുന്നു. ദൈവം സൃഷ്ടിച്ചപ്പോൾ മുതലേ ദൈവത്തിന് അറിയാം ഈ മനുഷ്യന് പരിമിതികളുണ്ട്. വളരെയേറെ പരിമിതികളുള്ളവനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് വീണ്ടും ഓർപ്പിക്കുക, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അതായത് ദൈവത്തിൻ്റെ സഹായമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട്, വിജയം കൈവരിക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് എന്തെല്ലാം കഴിയണം, നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നവരായിക്കോട്ടെ, നമ്മുടെ സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ജീവിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഈ ആകുലത, ഉത്കണ്ഠയെല്ലാം മാറി ആ യഥാർത്ഥ പുത്രൻ എന്നുള്ള അവകാശത്തിലേക്ക് കടന്നു വരണമെങ്കിൽ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നുള്ള ആ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചേ പറ്റുള്ളൂ. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതികളെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. നമ്മൾ ഈ സ്വന്തം പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ട് അത് നടക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആകുലതകളും ഉത്കണ്ഠകളൊക്കെ ഉണ്ട്. അത് ഈവൻ ശുശ്രൂഷകരുടെ ജീവിതത്തിൽ പോലും ഉണ്ട്. ശുശ്രൂഷകരായിട്ടുള്ളവർ പോലും സ്വന്തം പ്ലാനുകളും പദ്ധതികളും പലപ്പോഴും നടപ്പാക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അത് നടക്കാതെ വന്നു കഴിയുമ്പോൾ ഒരിക്കലും ഒരു ശുശ്രൂഷകൻ, ദൈവത്തിൻ്റെ ദാസൻ്റെ ജീവിതത്തിൽ അവൻ്റെ സ്വന്തം പദ്ധതികൾ നടപ്പാക്കാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല. മറ്റുള്ളവരെ പോലെ അല്ല ശുശ്രൂഷകരായിട്ടുള്ളവർ. അവർക്ക് ദൈവത്തിനോട് ചേർന്ന് നിന്നുള്ള ജീവിതമാണ്. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റാൻ പറ്റില്ല അവരുടെ ജീവിതത്തിൽ. കാരണം പലപ്പോഴും പലരും വായിക്കുന്ന ഒരു ബൈബിളാണ് ഈ ശുശ്രൂഷകരെന്ന് പറയുന്നത്. ശുശ്രൂഷകരുടെ ജീവിതം എന്ന് പറയുന്ന ഒരു തുറന്ന ബൈബിളാണ്. മറ്റുള്ളവർ പലപ്പോഴും അവരെ നോക്കിക്കൊണ്ടാണ് പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നതും അവരെ നോക്കിക്കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ പലപ്പോഴും പല തീരുമാനങ്ങളിലേക്ക് അവർ കടന്നു ചെല്ലുന്നതും. അപ്പോൾ ആദ്യം നമ്മളെപ്പോലെയുള്ള ശുശ്രൂഷകരെ, ശുശ്രൂഷ ജീവിതത്തിലുള്ളവർ, ദൈവത്തിന് ദാസരെന്ന് സ്വയം അഭിമാനിക്കുന്നവർ, ദൈവഗീതത്തോട് ചേർന്നിരിക്കുന്നത് അഭിമാനിക്കുന്നവരായി നമ്മൾ ആദ്യം ചെയ്യേണ്ട ദൈവത്തിൻ്റെ പദ്ധതികൾ അംഗീകരിക്കുക. നമ്മൾ പലപ്പോഴും ഈ സങ്കടപ്പെടുന്നതും ആകുലപ്പെടുന്നതും ഒക്കെ നമ്മുടെ സ്വന്തം പദ്ധതികൾ നടക്കാതെ വരുമ്പോഴാണ്. ഇവിടെയാണ് നമുക്കൊരു ചേഞ്ച് വേണ്ടത്. ഈ നോമ്പുകാലത്ത് നമുക്കൊരു വീണ്ടെടുക്കൽ, ഒരു പുതിയ ജീവിതം നമുക്ക് തുടങ്ങാം. നമ്മുടെ ജീവിതത്തിന് ദൈവത്തിൻ്റെതായ ഒരു പ്ലാൻ ഉണ്ടെന്ന് സമ്മതിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് അത് അംഗീകരിക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29:11 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതി അല്ലത്, നിങ്ങളുടെ ക്ഷേമത്തിനും ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്നൊരു പദ്ധതി. കൃത്യമായിട്ട് ദൈവം പറയുകയാണ്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ടെൻഷൻ എടുക്കേണ്ട ഒരു കാര്യമില്ല, ആകുലപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനിൽ നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ ദൈവവിളി, നമ്മൾ എവിടെയായിരിക്കണം, നമ്മൾ എന്ത് ശുശ്രൂഷ ചെയ്യണം, നമ്മൾ ഏത് ജോലി ചെയ്യണം, നമ്മുടെ വരുമാന മാർഗം, മക്കളുടെ കാര്യങ്ങൾ, സഹോദരങ്ങളുടെ കാര്യങ്ങൾ, കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങൾ എല്ലാം ദൈവം ഓൾറെഡി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ദൈവത്തിനോടുള്ള ഈ പദ്ധതിക്ക് നമ്മളൊരു മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ പ്രശ്നങ്ങൾ തീരും.
എന്നെ വിളിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. നിങ്ങളുടെ ബുദ്ധിക്ക് അതീതവും മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരുമെന്ന് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33 അധ്യായം 3 വാക്യത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നോമ്പുകാലത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ കുറച്ച് ശാന്തമായിരുന്ന് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാം. ദൈവത്തിന് എന്താണ് നമ്മളെക്കുറിച്ച് പദ്ധതിയുള്ളത്? ദൈവത്തിൻ്റെ ആ ഒരു ശബ്ദം കേട്ടുകൊണ്ട്, ദൈവത്തിൻ്റെ ആ പദ്ധതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ നോമ്പുകാലം പൂർത്തിയാക്കി ഒരു പുതിയൊരു മനുഷ്യനായിട്ട്, പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമായ ഒരു മകനായിട്ട്, മകളായിട്ട് നമുക്ക് മാറാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.